പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും നിയോഗങ്ങളോ പ്രാർത്ഥനകളോ അസാധ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിലുണ്ടാവും ചില പാതാള അനുഭവങ്ങൾ, അതായത് ഒരിക്കലും രക്ഷ അസാധ്യമാണ്. അതല്ലെങ്കിൽ എത്ര പ്രയത്നിച്ചാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരങ്ങളുണ്ടാവും. എല്ലാ വിധത്തിലും ഞാൻ എൻ്റെ ശത്രുക്കളാൽ പൂട്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥകളുണ്ടാവും. മനുഷ്യന് അസാധ്യമെന്ന് കരുതുന്ന അവസ്ഥകൾ ജീവിതത്തിലുണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ ആ പാതാളത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ കർത്താവിന് സാധിക്കും. അടഞ്ഞ വാതിലുകളെല്ലാം തുറപ്പിക്കാൻ കർത്താവിന് ഒരു നിമിഷം കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് സാധിക്കും. വചനം പറയുമല്ലോ, സങ്കീർത്തനം 16:10, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കണ്ടോ, കർത്താവ് ഒരിക്കലും നമ്മളെ പാതാളത്തിൽ തള്ളത്തില്ല. സങ്കീർത്തനം 86:13, എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ്, പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്നവനാണ് കർത്താവായ ഈശോ മെശിഹ. ജോബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. കുഷ്ഠമൊക്കെ ബാധിച്ച് ശരീരം വല്ലാതെ അഴുകിത്തുടങ്ങിയ ഒരാളായിരുന്നു. മക്കള് മരിച്ചു, ആടുമാടുകളും സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു, പാതാളത്തിൽ പതിച്ച ഒരു മനുഷ്യനെ പോലെയായിരുന്നു. തിരിച്ചുവരവ് മാനുഷിക കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ജോബിന്റെ പുസ്തകം 33:28, പാതാളത്തിൽ പതിക്കാതെ അവിടെ എന്നെ രക്ഷിച്ചു, എൻ്റെ ജീവൻ പ്രകാശം കാണും. കർത്താവ് രക്ഷിച്ചു അവനെ. ഇതുപോലെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ രക്ഷിക്കട്ടെ. അസാധ്യമായ കാര്യങ്ങളെല്ലാം കർത്താവ് സാധ്യമാക്കി തരട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ രക്ഷകനെ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.